ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ പോകേണ്ടവരെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പവർ ഹൗസിനുള്ളവരല്ല, അതിന് വെളിയിലുള്ളവരാണ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ രതീഷിനെയാണ്. രതീഷിൻ്റെ അഹങ്കാരം കുറയ്ക്കാനെ കൊണ്ട് എല്ലാവരും രതീഷിനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലായിടത്തും കയറി അനാവശ്യമായിട്ട് സംസാരിക്കുകയും ഓരോരുത്തരെ ഹറാസ്മെൻറ്റ് ചെയ്യുകയും ബിഗ് ബോസിൽ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കാതെ തൻ്റേതായ രീതിയിൽ തോന്നിവാസം കാണിച്ചുകൊണ്ടിരിക്കുന്ന രതീഷിനെ ഓരോരുത്തരായിട്ട് എടുത്തിട്ട് വാർത്തു പൊരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രതീഷ് അവിടെ പട്ടി ഷോ കാണിച്ചപ്പോൾ ബിഗ് ബോസ് അതിൽ ഇടപെടുകയും അതുപോലെ തന്നെ ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുകയും ചെയ്തു. ഇനി മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് ജയിലിൽ പോകുന്ന ഒരു പ്രധാന വ്യക്തി എന്ന് പറയുന്നത് ജിൻഡോയാണ്. ജിൻഡോയെ സെലക്ട് ചെയ്ത് പവർ ഹൗസിലുള്ളവരാണ്. പവർ ഹൗസിലുള്ളവർ സെലക്ട് ചെയ്തത് കഴിഞ്ഞതിന് ശേഷമാണ് രതീഷിനെ എല്ലാവരും സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രതീഷിൻ്റെ അഹങ്കാരം എങ്ങനെയെങ്കിലും കുറയ്ക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ലക്ഷ്യം. രതീഷ് അതിനെല്ലാം എതിർത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ആരും വിട്ടുകൊടുക്കാതെ തന്നെ രതീഷിനെ എങ്ങനെയെങ്കിലും ജയിലിലാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എല്ലാവരും പറയുന്നത് വഴിയിലും അതുപോലെ തന്നെ വെളിയിലും എല്ലായിടത്തും പോയി കിടക്കുന്ന രതീഷ് കുറച്ച് നാൾ ജയിലിൽ കിടക്കുക, കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ ജയിലിൽ കിടക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും രതീഷിൻ്റെ അഹങ്കാരം ജയിലിൽ കിടക്കുമ്പോൾ കുറയുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. എന്തായാലും ലൈവ് അപ്ഡേറ്റ് ഇനി ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്നും കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.